ഗേസ് നമ്മുടെ കയ്യിലുള്ള പൈസ വാങ്ങിച്ചിട്ട് ഇവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ഗേസ്. ഹലോ ഗേസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പ്രോജക്റ്റായ തെന്മലയിലാണ്. ഇവിടെ ഒരു കല്ലട ഡാമുണ്ട്, പിന്നെ അത്യാവശ്യം കാണാൻ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും ഞാനത് വഴിയെ കാണിച്ചു തരാം. ഇതവിടെ ഒരു ദിനോസറിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇതിവിടെ ഒരു തെന്മലയിലെ ഒരു ഇക്കോ ടൂറിസത്തിൻ്റെ ഒരു ചെറിയൊരു ബോർഡൊക്കെ വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉണ്ട്, പക്ഷേ ഇരിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. സ്ഥലങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ്. ഹലോ ഗൈസ്, അങ്ങോട്ട് നോക്കൂ. ഇവിടെ ഒരു തുരങ്കം. അതിൻ്റെ പേരാണ് തുരങ്കം. വസുന്ധര, അതാണ് വസുന്ധര, മരത്തിൻ്റെ പേരാണ്. ഇരിക്കാനുള്ള സ്ഥലം. ഇനി ഇതായിരിക്കുമോ വസുന്ധര? കേട്ടിട്ട് ഒരു യഷീര പേര് വല്ല ഇരിക്കണല്ലേ. ഏയ്, എന്തിവിടെ വന്നിരിക്കണേ? എപ്പോ വന്നാ? ഒരേ അച്ചില് വാർത്ത വെച്ച പോലെ ഇരിക്കണേ. ഒരേ അച്ചില് വാർത്ത വെച്ച്. ഇതിന്റെ ബന്ധുവാണ്. അങ്ങനെ നമ്മൾ നടന്ന് നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു ഡൈനോസർ ഇവിടെ നിൽക്കുകയാണ്. നല്ല വാലൊക്കെ നല്ല നീളമുള്ള ഡൈനോസർ. കൽമട. എന്താണ് കൽമട? ഇതാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽമട. ഇതാണ് കൽമട. ഇതാണ് 1945 സ്ഥാപിച്ച 2 ലൈറ്റ് പൊട്ടിപ്പോയി. നമ്മൾ അടുത്ത ഡൈനോസറിനെ കണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ ഏറ്റവും വലിയ ദിനോസർ. പെരിയ ഓന്ത് വന്നിருக்கு. ഫുള്ള് മുളങ്കാട്. ഈ സ്ഥലത്ത് വന്നിട്ട് എവിടെ നോക്കിയാലും ദിനോസറാണ്. പല മോഡലുള്ള ദിനോസറുകൾ. വേറെന്ന് പറഞ്ഞൂടാ, അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇവിടെ ഒരു ദിനോസർ, ഇവിടെ ഒരു ദിനോസർ, അവിടെ ഒരു ദിനോസർ. അയ്യോ, ഞാൻ ഡൈനോസറിനെ കണ്ട് മടുത്ത്. ചുണ്ട് നീളം കൂടിയ ഡൈനോസർ, ചുണ്ട് നീളം കുറഞ്ഞ ഡൈനോസർ, അതായത് പുള്ളിയുള്ള ഡൈനോസർ, വാല് നീളം കുറഞ്ഞ ദിനോസർ, വാല് നീളം കൂടിയ ഡൈനോസർ, എല്ലാ വിധത്തിൽപ്പെട്ട ഡൈനോസർ ഇവിടെ ഉണ്ട്. ഇത് അവിടെ കണ്ട മോഡലല്ലേ? ഓക്കെ, നല്ല പോസ് ഏരിയാണ് കേട്ടോ. നീ ഇവിടെ ഇരിപ്പുണ്ടാ? നിന്നെ ഞാൻ കണ്ടില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഇതിപ്പോൾ എവിടെ നോക്കിയില്ല ഡൈനോസറാണ് കേട്ടോ. ഇതിന് മാത്രം ഡൈനോസറാ. അടുത്ത ഡൈനോസർ. സത്യത്തിൽ ഞാൻ ഈ സാധനം കണ്ട് മടുത്തു. 500 രൂപ കൊടുക്കുക കഴിഞ്ഞ് കാണാൻ 50,000 രൂപ പണിയെടുക്കണമെന്ന് വെച്ചാൽ എനിക്ക് അതിന് നടക്കാൻ. സ്കൾപ്ചർ ഇനി ആൾക്കാരാ ഫോട്ടോ. ഇനി അടുത്ത് എനിക്ക് ഇത് ഇത്ര സമയം നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡൈനോസറുകളാണ്. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പൂർണ്ണതയ്ക്കുള്ള പ്രയാണം. ശാന്തത കൈവരിക്കാനാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഡൗട്ടുണ്ടോ? ഡൗട്ടുണ്ടെങ്കിൽ ബോർഡ് നോക്ക്. സ്പൈഡർമാൻ പറന്നോണ്ടിരുന്നപ്പോ എന്താണ് വാളൊക്കെ വെച്ചോണ്ടിരിക്കുന്നു. മോഹിനിയാട്ടത്തിന്റെ പല പല രൂപങ്ങൾ. ഇംഗ്ലീഷ് എന്താണ്? കുച്ചിപ്പുടി. മോഹിനിയാട്ടം. 120 മീറ്റർ ഈ വഴി നടക്കണം. മെഡിറ്റേഷൻ. 1 കിലോമീറ്റർ ആയല്ലോ. കറക്റ്റ് മെഡിറ്റേഷൻ കിട്ടും കേട്ടോ. മനുഷ്യനെ കൊന്നിട്ടാണ് മെഡിറ്റേഷൻ അന്ന്. ഇവിടെ നോക്കിയ ഡാമിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കാണാം. കല്ലട ഡാം. നമ്മൾ പൊക്കത്തോട്ട് കയറിയിട്ട് താഴത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫുള്ളും പടിക്കെട്ടാണ്. ചാടി ഇറങ്ങാൻ പറ്റും. ആത്മസത്യം. ഞാൻ നിൻ്റെ അടുത്ത് ഒരു ആത്മസത്യം പറയട്ടെ. ഞാൻ ഒരു പരമസത്യം പറയട്ടാ. അല്ല, ഇവിടെ എഴുതി വെച്ചിരിക്കണം ഒരു പരമസത്യം പറയട്ടെ. ഇതാണ് നമ്മുടെ ലോക്കൽ കുരങ്ങ്, തൊപ്പിക്കുരങ്ങ്.
ഇതാണ് തെന്മലയിലെ കല്ലട ഡാം. ഷട്ടർ തുറന്നിട്ടില്ല. കല്ലട ഡാമിനോട് ചേർന്നാണ് ഈ കേരള ഹൈഡ്രോ ഇലക്ട്രോ പ്രോജക്റ്റ്. ഇവിടെ ചെറിയൊരു തൂക്കുപാലമുണ്ട്. ചെറിയൊരു തൂക്കുപാലം. ഒരേ സമയം 5 പേർക്ക് മാത്രമേ ഇതിനകത്ത് കയറാൻ പറ്റൂ. അത്രയ്ക്കുള്ള കപ്പാസിറ്റിയേ ഉള്ളൂ. ഫുള്ളും പലവയാണ് അടിയിൽ നിരത്തിയിട്ടിരുന്നത്. പലവേരെ അടിയിൽ മുള്ളുവേലയൊക്കെ കെട്ടണ വെട്ടുകല്ലൊക്കെയാണ് വിരിച്ചിരിക്കുന്നത്. വെട്ടുകല്ല്, ഇരുമ്പ് പൈപ്പ്. സൗണ്ട് കേട്ടിട്ട് എല്ലാം ഇളകി പോകുമെന്നാണ് തോന്നുന്നത്. രസമുണ്ട് ഇതിൻ്റെ പുറത്തുള്ള നാടൊക്കെ. പക്ഷേ എന്നാലും നല്ല കുലുക്കമുണ്ട്. നല്ല രീതിയിലുള്ള കുലുക്കമുണ്ട്. ഇപ്പം വന്നിരിക്കുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ്. ഇവിടെ അഡ്വഞ്ചറായിട്ട് എല്ലാം ഉണ്ടോ നോക്കാം. ഇവിടെ ഫുള്ളും വീണ്ടും പടിക്കെട്ട് ഗൈസ്. വീണ്ടും പടിക്കെട്ട് ഗൈസ്. ഈ പാലാങ്ങാനം പൊട്ടിയുള്ള അവസ്ഥയാണ്. ഇതെല്ലാം തുരുമ്പ് പിടിച്ചിരിക്കുന്നുണ്ട് അഡ്വഞ്ചർ പാർക്ക്. ഇതിനപ്പുറം കാണാൻ പറ്റില്ല. കയറിട്ടോ. നീ നോക്കുവോ? ഞാൻ തന്നെ നോക്കണത്. കമോൺ സരിത്ത്, കമോൺ. കൗബോയ് തൊപ്പിയും വെച്ചോണ്ട് നടക്കണോ? ഇതെങ്ങനെ ഡെയിലി കയറി കിടക്കണോ? ഇതെങ്ങനെയാണ് സെറ്റപ്പ്? ഓ, നടന്നു പോണത് ചേട്ടാ. നടന്നു പോണത് മോളിൽ. ഇതിൽ കുളത്തുമായിരിക്കും. പരിപാടി തന്നെ കേട്ടോ. സുജിത്താണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വീട്ടിലുണ്ടാക്കിട്ട് നോക്കി നടന്ന് കാലം കൈ പിടിച്ച് വീട്ടിൽ കിടന്നാലാ നോക്കാന്നറിയാലോ. ഒന്നുകൂടെ തിരിച്ചു പോയാലേ ഇതില്. ഗേസ്, നമ്മുടെ കയ്യിലുള്ള പൈസ വാങ്ങിച്ചിട്ട് ഇവർ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ഗേസ്. അത്രയും കടമ്പാള കഴിഞ്ഞിട്ട് ഇതിവിടെ സേഫ് ലാൻഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ അഡ്വഞ്ചർ പാർക്കിൻ്റെ ലേക്കിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെ കിളി വിരിഞ്ഞു കേട്ടോ. എന്തോത്ര മീനിടെ തീറ്റ തേടി വരുന്നത്. തെന്മല പബ്ലിക് അക്വേറിയം. ഇവിടെ മത്സ്യകന്യകയൊക്കെ പ്രതിഷ്ഠിച്ച് വച്ചിരിക്കുകയാണ്. അക്വേറിയം ആൻഡ് റിസർച്ചിങ് സെൻറ്റർ ക്ലോസ്. 30 രൂപ, കുട്ടികൾക്ക് 20 രൂപ. മൺഡേ ഹോളിഡേ. നമ്മുടെ ഗോൾഡ് ഫിഷ്, ബ്ലാക്ക് മോർ, അലിഗേറ്റർ ഗാർ, അൽബിനോ മീൻ അല്ലേ? അൽബിനോ അല്ല. ഓ, ഇത് പേരില്ലാത്ത മീനാണ് ഗൈസ്. വെള്ളമീൻ, പിരാന, പ്ലാത്തി മീനും അല്ല ഇരിക്കും. ഇത് ഗേറ്റ് ഫിഷാണ്. ഇതാണ് ടിൻ ഫോയിൽ ബാർബി. ഇത് കാർപ്പ് വിഭാഗത്തിൽ പെട്ട ഏതോ ഒരു ടൈപ്പ് മീനാണ്. ടൈഗർ തിലാപ്പിയ, ജൈൻ ഗൗരാമി. ഇത് ഗൗരാമിയാണ് വെള്ളം. ഏഞ്ചൽ ഫിഷ്, മാലാക മത്സ്യം. ഹലോ, ഓസ്കാർ മീൻ. ഗോസ്റ്റ് ഫിഷിനെ കാണാനില്ല. അതായിരുന്നു ഡിസ്കസ് മീൻ. നമ്മൾ അക്യൂറിയം കണ്ടിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കൊള്ളയില്ലേ? വലിയ കുഴപ്പമില്ലേ? 20 രൂപയ്ക്ക് 30 രൂപയ്ക്ക് 30 രൂപയ്ക്ക് വലിയ കുഴപ്പമില്ല. അത് ഡീഹാബിറ്റേഷൻ സെൻറ്ററിലോട്ടാണ്. അവിടെ കുറച്ച് മാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പോയി കണ്ടിട്ട് വരാം. നമ്മളെ കാട്ടിനകത്തൂടെ മാനിനെ തേടി അലയുകയാണ്. സാമ്പാർ മാൻ. സാമ്പാർ ഇതാ സാമ്പാർ മാൻ കഴിഞ്ഞിട്ട് അടുത്ത് നമ്മളിതാ പുള്ളിമാൻ വന്നിരിക്കുകയാണ്. ഇത് ഗർഭിണിയാണ്. അതിഭീകര കാഴ്ച.
ഈ കാണുന്നതെല്ലാം തെന്മല ഡാമിൻ്റെ റിസർവെയറാണ്. അപ്പോൾ നമ്മുടെ തെന്മല ഡാമിൻ്റെ കാഴ്ചകൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത കാഴ്ചകളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.